വെൽനസ് കൺസൾട്ടന്റ് ഇൻഡസ് വീവർ. വളരെ സ്വാദിഷ്ടമായ ഒരു കോഫി കുടിച്ചുകൊണ്ട് പ്രമേഹത്തിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇൻഡസ് വീവർ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഉൽപ്പന്നത്തിന്റെ പേര് ഐ കോഫി എന്നാണ്. ഇത് വ്യത്യസ്തമായിട്ടുള്ള 2 ഫ്ലേവറുകളിൽ അവൈലബിൾ ആണ്. ഐ കോഫി ബ്ലാക്ക്, ഒരു കട്ടൻ കാപ്പി രൂപത്തിലുള്ളത്. ഐ കോഫി ക്രീമർ, ഒരു ക്രീമി മിൽക്കി കോഫി രൂപത്തിലുള്ളത്. രണ്ടും 50 പാക്കറ്റ് വീതം ഇൻസ്റ്റന്റ് കോഫി രൂപത്തിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു പാക്കറ്റ് പൊടി 100 മില്ലി തിളച്ച വെള്ളത്തിൽ മിക്സ് ചെയ്താൽ ഇൻസ്റ്റന്റ് കോഫി റെഡി. ഇതിൽ നമ്മൾ പാലോ പഞ്ചസാരയോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് ഒരു കോഫിക്ക് ഡയബറ്റിക്കിനെ മാനേജ് ചെയ്യാൻ പറ്റും? ഡയബറ്റിക് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇന്ന് ഒരു വലിയൊരു വിപത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഡയബറ്റിക് രോഗികളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. നമുക്ക് എന്താണ് ഡയബറ്റിക്സ് എന്ന് ചെക്ക് ചെയ്യാം. ഡയബറ്റിക് മെലൈറ്റസ് അഥവാ ഡയബറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ആവശ്യമായ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ മൂലം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായിട്ട് വരുന്നതാണ്. ഇത് നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസം താറുമാറാക്കുകയും ലോങ് ടൈമും ഷോർട്ട് ടൈമുമായിട്ടുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുകയും ചെയ്യുന്നു. പ്രധാനമായിട്ടും ഇത് 3 തരത്തിലാണ് പ്രമേഹം ഇന്ന് കണ്ടുവരുന്നത്. ടൈപ്പ് 1 ഡയബറ്റിക്സ്, ടൈപ്പ് 2 ഡയബറ്റിക്സ് ആൻഡ് ജസ്റ്റേഷണൽ ഡയബറ്റിക്. ടൈപ്പ് 1 എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ജുവനൈൽ ഡയബറ്റിക്സ് ആണ്. കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. പാങ്ക്രിയാസിന്റെ ഇൻസുലിൻ പ്രൊഡക്ഷൻ വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിന് കാരണമായിട്ട് പറയപ്പെടുന്നത്. ടൈപ്പ് 2 എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലം അഥവാ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് മൂലം ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ്. ഇത് മോശം ജീവിതശൈലിയാണ് ഇതിന് പ്രധാന കാരണമായിട്ട് പറയപ്പെടുന്നത്. ഗർഭകാലത്തെ പ്രമേഹം എന്ന് പറയുന്നത് ആ ഗർഭകാലത്തിന് ശേഷം മിക്കവാറും വിട്ടുപോകുന്ന ഒരു പ്രമേഹമാണ്. എന്നാൽ മോശം ജീവിത രീതികൾ ഫോളോ ചെയ്യുന്ന സ്ത്രീകളിൽ അത് ഗർഭകാലത്തിന് ശേഷം ഒരു ജീവിതത്തിന്റെ പാർട്ടായിട്ട് തുടരുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. ഇന്ന് ഇന്ത്യയിലെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. അനുദിനം പ്രമേഹ രോഗികളുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ ലോകത്തിലെ ഡയബറ്റിക് ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ തന്നെ സൗത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഉള്ളത്. ഏറ്റവും പുതിയ ICMR കണക്കുകൾ പറയുന്നു ഇന്ത്യയിലെ നഗരപ്രദേശങ്ങളിൽ പ്രമേഹ രോഗികളുടെ എണ്ണത്തിലുള്ള വർധന 25% അടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഫോക്സ് മാഗസിൻ റിപ്പോർട്ട് ചെയ്യുന്ന കണക്കുകൾ പറയുന്നു പ്രമേഹമില്ല എന്ന് വിശ്വസിച്ചിരിക്കുന്ന 90% ലോക ജനത പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ്. പ്രമേഹത്തെ പോലെ തന്നെ നമ്മുടെ ശരീരത്തിനെ ദോഷകരമായി ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് പ്രീ ഡയബറ്റിക്സ്. ഏതൊരു സമയത്തും പ്രമേഹത്തിന്റെ അവസ്ഥയിലേക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള ഡയബറ്റിക് രോഗിയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസ്ഥ. എങ്ങനെ നമുക്ക് തിരിച്ചറിയാം പ്രമേഹം നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ തുടങ്ങിയിട്ടുണ്ടോ? ഒരുപക്ഷെ ശരീരം പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാം. ക്ഷീണമായിട്ടാവാം, ഫ്രീക്വന്റ് ആയിട്ടുള്ള യൂറിനേഷൻ ടെൻഡൻസി ആവാം, എപ്പോഴും ദാഹവും വിശപ്പും തോന്നുന്നതാവാം, പെട്ടെന്നുള്ള വെയിറ്റ് ലോസ് ആവാം, മുറിവുകൾ ഉണങ്ങാതിരിക്കുന്നതാവാം, കാഴ്ചശക്തിയിലുള്ള മങ്ങലാവാം, സ്ത്രീകളിൽ വെജിനൽ ഇൻഫെക്ഷൻ ആവാം, കൈകാലുകളിലെ തരിപ്പാകാം, സെക്ഷൽ പ്രോബ്ലംസ് ആവാം. അങ്ങനെ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ ശരീരം കാണിച്ചു തരും. ഇതിലേതെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി പ്രമേഹം എന്ന് പറയുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസ് ലെവൽ ഉയർന്നു നിൽക്കുന്നത് മാത്രമാണോ? അതിനുമപ്പുറം ഇതിനെന്താണ് കോംപ്ലിക്കേഷൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിനെ പൂർണ്ണമായിട്ട് ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് തല മുതൽ പാദം വരെ. പ്രധാനമായിട്ടും പറയും പ്രമേഹ രോഗം 4 പതീസിനെ കൊണ്ടെത്തരും: ന്യൂറോപ്പതി, നെഫ്രോപ്പതി, കാർഡിയോമയോപ്പതി ആൻഡ് റെറ്റിനോപ്പതി. ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ നമ്മളുടെ നെർവസ് സിസ്റ്റത്തിനെ തകരാറിലാക്കുകയും നമ്മളുടെ നെർവസ് കമ്മ്യൂണിക്കേഷൻ ബാധിക്കുകയും ചെയ്യും. നെഫ്രോപ്പതി എന്ന് പറഞ്ഞാൽ കിഡ്നിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ക്രമേണ ഒരുപക്ഷെ ഡയാലിസിസ് സ്റ്റേജ് വരെ നമ്മളെ കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. 3
കാർഡിയോമയോപ്പതി എന്ന് പറയുന്നത് ഹാർട്ടിന്റെ മസിലുകളെ ബാധിക്കുകയും ബ്ലഡ് സർക്കുലേഷൻ കുറയാൻ കാരണമാവുകയും ചെയ്യും. 4, കണ്ണിന്റെ റെറ്റിനയെ ബാധിക്കുകയും കാഴ്ചശക്തി കുറയാൻ കാരണമാവുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ബ്രെയിൻ മുതൽ കാല് വരെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു കോഫിക്ക് ഈ ഒരു പ്രമേഹം വരാനുള്ള സാധ്യത കുറയ്ക്കാനും പ്രമേഹമുള്ള അതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് തിരിച്ചു വരാനും സപ്പോർട്ട് ചെയ്യുക എന്ന് ചോദിച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതിലെ പ്രധാന ഇൻഗ്രീഡിയന്റ് ആണ്. ഇതൊരു പാറ്റന്റ്ഷിപ്പ് കിട്ടിയിട്ടുള്ള ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും USFDAയും WHO ക്ലിനിക്കൽ ട്രയൽ ചെയ്തിട്ടുള്ള ഒരു ഹെർബൽ ഇൻഗ്രീഡിയന്റ് ആണ്. ഇതിന്റെ പേര് സാൽസിറ്റാൾ എന്നാണ്. ഏകനായകത്തിൽ നിന്നും വേർതിരിച്ചെടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡർഡൈസ്ഡ് എക്സ്ട്രാക്ട് ആണ് സാൽസിറ്റാൾ എന്ന് പറയുന്നത്. ഈ ഒരു ഇൻഗ്രീഡിയന്റ് പ്രത്യേകത നമ്മളുടെ മെറ്റബോളിസത്തിനെ ബാലൻസ് ചെയ്യാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ റിക്വയർമെന്റ് തിരിച്ചറിഞ്ഞുകൊണ്ട് രക്തത്തിലേക്ക് കടത്തിവിടുന്ന ഗ്ലൂക്കോസിന്റെ അളവിനെ നിയന്ത്രിക്കാനും ഈ ഒരു ഇൻഗ്രീഡിയന്റിന് കപ്പാസിറ്റി ഉണ്ട്. അതിനോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ള കോഫി, ഇത് കൂർഗ് റീജിയനിലുള്ള കോഫിയാണ് ഇതിനു വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ നായ്ക്കർണപ്പരിപ്പിന്റെ എക്സ്ട്രാക്റ്റും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നായ്ക്കർണപ്പരിപ്പിന്റെ എക്സ്ട്രാക്ട് നെർവസ് സിസ്റ്റത്തിനെ എൻഹാൻസ് ചെയ്യാനും സ്ട്രെസ് കുറയ്ക്കാനും സെല്ലുകളെ റിജുവനേറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കോഫി സ്ലോ റോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ 40 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു പ്രോസസ്സിലൂടെ കഫീൻ കണ്ടന്റ് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുള്ള ഒരു കോഫിയാണ്. അതുകൊണ്ട് തന്നെ കഫീൻ ഉണ്ടാക്കുന്ന പാർശ്വഫലങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും സാധിക്കും. ഈ ഒരു കോഫി പ്രമേഹം വരരുത് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കും പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ആളുകളെ സംബന്ധിച്ച് പ്രമേഹ രോഗത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടും പ്രമേഹമുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ ആരോഗ്യം വീണ്ടെടുക്കാനും പ്രമേഹം മൂലമുണ്ടാകുന്ന സെക്കൻഡറി കോംപ്ലിക്കേഷൻസിൽ നിന്ന് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് തിരിച്ചു വരാനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോഫിയാണ്. എല്ലാ ടൈപ്പ് ഡയബറ്റിക്കാർക്കും ഈ കോഫി കഴിക്കാം. ഇതിൽ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. എന്നാൽ ഇത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കോഫി തന്നെയാണ്. നമ്മൾ സാധാരണ ചായയും കാപ്പിയും കുടിക്കുന്നത് പോലെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും യാതൊരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും ഇല്ലാതെ ഈ കോഫി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. മരുന്നുകൾ ഉപയോഗിക്കുന്നവർക്ക് മരുന്നുകളോടൊപ്പവും ഇൻസുലിൻ ഉപയോഗിക്കുന്നവർക്ക് ഇൻസുലിനോടൊപ്പവും മറ്റ് റിയാക്ഷൻസ് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഐ കോഫി എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ഇത് രക്തത്തിലെ പഞ്ചസാരയെ കുറച്ച് കളയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു റിസ്ക് എലമെന്റ് നമുക്കിവിടെ ഇല്ല. ഒരു നോർമൽ പേഴ്സണും ഈ കോഫി ഉപയോഗിക്കാം. നാളെ എനിക്ക് പ്രമേഹം വരരുത് എന്ന് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോഫിയാണ്. ഇത് ഉപയോഗിക്കേണ്ടത് രാവിലെ ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നേ ഒരു കോഫിയും വൈകുന്നേരം ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നേ ഓരോ കോഫിയും വീതമാണ്. കുറഞ്ഞത് ഒരു 120 ദിവസമെങ്കിലും തുടർച്ചയായി ഈ ഒരു കോഫി ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു 80 മുതൽ 90% വരെ അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് ഈ ഒരു കോഫി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു നല്ല കാപ്പി കുടിച്ചുകൊണ്ട് എങ്ങനെ ഇത് ഉറപ്പിക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ ക്ലിനിക്കൽ ട്രയൽസ് ഇത് തെളിയിക്കും. റേഡിയൻ റിസർച്ച് ഗ്രൂപ്പുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് ഈ ഉൽപ്പന്നം ക്ലിനിക്കൽ ട്രയൽ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ഉൽപ്പന്നത്തിന് ഇന്ത്യ ഗവൺമെന്റിന്റെ ആയുഷ് മന്ത്രാലയം ആയുഷ് പ്രീമിയം മാർക്ക് സർട്ടിഫിക്കറ്റ്